ധനരാജ ശശി തരൂർ ബി ജെ പിയിലെത്തുന്ന ശശി തരൂരിന് വലിയ ഓഫറുകളുണ്ട്. ശശി തരൂർ ഈ കിടന്ന് കേൾപ്പിക്കുന്നതെല്ലാം ബി ജെ പിയിലേക്ക് എത്തുവാനുള്ള കുറുക്കു വഴികളാണ്. കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിലെ നേതൃത്വത്തിനെ ഒക്കെ വിമർശിക്കുന്നതെല്ലാം ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ചില കുറുത്തുകൾ പറയുന്നു സി പി എമ്മിലേക്കാണെന്ന്. ഇങ്ങനെയുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നത് മുളച്ചു പൊട്ടി വലിയ മരമായിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ശശി തരൂർ എങ്ങോട്ട് എന്നുള്ളതും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായ പത്രസമ്മേളനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവരൊക്കെ കോംപ്രമൈസ് ആയി എന്നുള്ളതാണ്. ഈ ശശി തരൂർ എന്ന് പറയുമ്പോൾ, ശശി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികൾ നമ്മളാവും അവസാനം ശശി ആവുക എന്ന് പറയും. ശരിക്കും ശശി തരൂർ ശശിയായോ? ശശി ആയില്ല, കുറെ പേര് ശശി ആക്കിയെന്ന് തോന്നുന്നു. എന്തായാലും ഈ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കടുംപിടുത്തവും അധികാരത്തിന് വേണ്ടിയുള്ള കൂട്ടയടിയും ഒക്കെ കോൺഗ്രസിലുണ്ട്. അപ്പോൾ അതിങ്ങനെ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ശശി തരൂരും രംഗത്തെത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡൽഹിയിൽ നടന്ന യോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതിലേക്കൊക്കെ ഉള്ള ശക്തി ആർജിക്കാനുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇതോടുകൂടി തീരുമോ? കാരണം പത്രങ്ങളിൽ വന്ന വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ കൈ പിടിച്ച് നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അതെ, മനോരമയിലെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നു, ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്നൊക്കെ കണ്ടതാണ്. പത്രസമ്മേളനത്തിലുള്ള രസങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കോൺഗ്രസിൽ ശാശ്വതമായിട്ടുള്ള ഒരു അടിനിർത്തലൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ഇതിപ്പോ നമ്മൾ പത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്നുപേരും കൂടി നല്ല ചിരിയാണ്. എന്ത് പറഞ്ഞറിയോ? രമേശ് ചെന്നിത്തലയുടെ ചിരി കാണാൻ നല്ല ഭംഗി. വി ഡി സതീശൻ പണ്ടേ തൊട്ട് എനിക്ക് വി ഡി സതീശന്റെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ചിരി നടുക്ക് ഒരിക്കലും അധികം ഒന്നും എപ്പോഴും ചിരിക്കാത്ത കെ സുധാകരൻ നടുക്ക് നിന്ന് പുഞ്ചിരിക്കുന്നു. ഈ ഒരു പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോയാണെങ്കിലും ഇവര് ഹൈക്കമാൻഡ് പറയാണ് ഇത് കോംപ്രമൈസിലേക്ക് പോകണം എന്ന് പറയുമ്പോഴും ഇവരെല്ലാം സെറ്റായി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ഉള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതെ, പിന്നെ ശശി തരൂർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതായാലും ഈ മൂന്ന് പേർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ശശി തരൂരിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് ശശി തരൂർ തന്നെ പറഞ്ഞത്. ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അതെ, അല്ല, എന്നെ നിങ്ങൾ ഉപയോഗിക്കാതെ സ്വന്തം മാർക്കറ്റ് ചെയ്തു. പക്ഷെ പുള്ളിക്ക് കേരളത്തിലെ രാഷ്ട്രീയം എത്രത്തോളം അറിയുന്നോ, കേരളത്തിലെ UDF മുന്നണി രാഷ്ട്രീയം എന്താണെന്ന് അറിയുന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പാണക്കാട് തങ്ങളടുത്ത് പോയി പുള്ളി കണ്ടു, സംസാരിച്ചു, ചിരിച്ചുകൊണ്ട് പോന്നു. അതും മാത്രം പോരല്ലോ. അതെ, അത് മാത്രം പോരല്ലോ കേരളത്തിലൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ UDF ആയിട്ട് UDF മുന്നണിയിൽ നിൽക്കാൻ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൽ പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടുത്തെ LDFകാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. തോമസ് ഐസൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതെ, എ കെ ബാലൻ ഒന്ന് ഒരു സ്റ്റെപ്പ് ഇട്ടാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സന്ദീപ് വാര്യരുടെ കേസിലെ പുള്ളിയൊക്കെ പൊക്കി പറയണ പോലെ ഇതിൽ പറഞ്ഞില്ല. കാരണം ഇതും പാളിപ്പോവോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിനുണ്ടാവും. കോൺഗ്രസിൽ നല്ലൊരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എത്തുന്നത് BJP-യിലായിരിക്കും. കേരളത്തിലെ ഒരു പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് CPM പോലത്തെ ഒരു സംഘടനയ്ക്ക് ലോട്ട് അദ്ദേഹം ഒരിക്കലും പോകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ ഇതിന് നേരെ തിരിച്ചുള്ളൊരു നിരീക്ഷണമാണ് എനിക്ക് തോന്നിയത്. കാരണം ഇദ്ദേഹം BJP-യിലേക്ക് പോകുന്നില്ല. CPM-നെ അല്ലെങ്കിൽ CPM-ന്റെ ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നടന്ന ബിസിനസ് മീറ്റിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം വലിയ തോതിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടു. ഇദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ലേക്കോ BJP-യിലേക്കോ എന്നുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്ത് ഇവിടെ അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ കൃത്യമായി എന്താണ് ശശി തരൂർ എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു വിലപേശലായി അത് വന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഈ ഇന്റർവ്യൂ കൊടുത്ത ഒരാഴ്ച ഈ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരുമ്പോഴും ഇദ്ദേഹം മിണ്ടിയില്ല. അവസാനം ഇദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചു, എന്താ കോംപ്രമൈസിലേക്ക് പോവാണ്. പിന്നീട് ഡൽഹിയിൽ വെച്ചുള്ള യോഗം വരികയാണ്. ഇത് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴും അദ്ദേഹം പോയി പണി നോക്കുന്നുള്ള രീതിയിൽ നിന്ന ആള് അന്നൊക്കെ ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാത്ത ഒരാള് ഇപ്പൊ അത് വളച്ചൊടിക്കുന്നു, അവർക്ക് അതിന്റെ നിയമപരമായി നടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇനി ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണെന്ന് പറയുന്നു. അദ്ദേഹം വിചാരിച്ച പരിപാടികൾ ഒന്നും നടന്നില്ല. കാരണം ധനരാജ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് കേരളത്തിന്റെ ഈ പറയുന്ന മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച്
ഒരു വ്യക്തതയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. യുവന്മാരെയൊക്കെ തട്ടി ഇതിന്റെ മുകളിൽ കയറി എനിക്ക് ഇരിക്കാനുള്ള എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം കളിച്ച കളികളൊക്കെ പാളി. ഇവിടെ ചിരിച്ച് നിൽക്കുന്ന താഴെ നിൽക്കുന്ന മുഖ്യമന്ത്രിയാവാനായിട്ട് ഡ്രസ്സെല്ലാം അലക്കി തേച്ചിരിക്കുന്ന ആളുകളുടെ മുകളിലേക്കൊന്നും എത്ര വലിയ വിശ്വപൗരനും കയറാൻ പറ്റില്ല എന്നുള്ളതും ഇത് വലിയൊരു പർവ്വതമാണെന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പൊ അതേ സ്ഥലത്ത് ഇദ്ദേഹം BJP-യിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ എപ്പോഴും പ്രൊഫഷണൽസിനെ ആക്സെപ്റ്റ് ചെയ്യും, അവർക്ക് അവരുടെ പദവി കൊടുക്കും. ഇപ്പൊ PT ഉഷ ആണെങ്കിലും ജയശങ്കർ ആണെങ്കിലും എല്ലാവരെയും അവർക്ക് അവരുടേതായ പദവി അല്ലെങ്കിൽ അത് ആ പ്രൊഫഷണലിസം BJP കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും അവർ ഇദ്ദേഹം BJP-യിൽ എത്തുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ അത് ഒരു സഹമന്ത്രിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ അവിടെ നിർത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ശശി തരൂരിനൊരു ഒരു വിശ്വ പൗരൻ എന്ന പരിവേഷം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളും സാമുദായിക സംഘടനകളും മറ്റ് വ്യക്തികളും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ശശി തരൂരിനെ കുറിച്ച് ഫുള്ളായിട്ട് അനലൈസ് ചെയ്തൊരു ഒരു ടീം BJP-യിലുണ്ട്. അവർക്ക് അറിയാം ശശി തരൂർ എത്ര വരെ പോകും എന്നുള്ളത്. ശശി തരൂർ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി തിരുവനന്തപുരത്തിന് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അദ്ദേഹം ക്വിറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആയിരിക്കാം. പക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ശശി തരൂരിന് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ശശി തരൂരിനെ കൊള്ളും ശശി തരൂരിനെ തള്ളും എന്നുള്ളത് ആ BJP-യുടെ ആ അനലൈസിങ് റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്നത് അല്ല, BJP-ക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ശശി തരൂർ. BJP ശ്രദ്ധിക്കേണ്ടത് BJP-ക്ക് ഒരുപാട് പ്രൊഫഷണൽസുകളായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരു പ്രൊഫഷണൽ എനിക്കറിയാം. അദ്ദേഹം ഈ BJP-യിലേക്ക് വന്നതാണ്. അദ്ദേഹം BJP-യുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം കൂടുതൽ സമയം കൃഷിപ്പണിയും ഇങ്ങനെയുള്ള സംസ്ഥാന രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. ഇവിടെയുള്ള പലർക്കും ഇപ്പൊ രാജസേനും ഭീമൻ രഘുവും ഒക്കെ വന്നത് BJP-യിൽ വന്നെങ്കിലും അവർക്ക് സംസ്ഥാന നേതൃത്വമായിട്ട് ബന്ധം ഏതെങ്കിലും പരിപാടി പങ്കെടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസ്ഥാന നേതൃത്വം അടുപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല പിന്നെ ഭീമൻ രഘു അത് കഴിഞ്ഞ് മറ്റേ എന്താ പറയാ നമ്മുടെ ഇപ്പൊ അടുത്ത് മേജർ റിവ്യൂ ഒന്നും പുള്ളി ഏതെങ്കിലും പരിപാടി BJP-യുടെ പരിപാടികൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇലക്ഷൻ സജീവം അതല്ല ബാക്കിയുള്ള പരിപാടി ഇലക്ഷൻ ഇവിടെ ഈ കേരളത്തിൽ BJP-യുടെ കുഴപ്പമാണ് ഇലക്ഷൻ മാത്രം വരിക, ഇലക്ഷൻ കഴിയുമ്പം ഇല്ലാതായി പോവുക പരിപാടി. ചർച്ച കോൺഗ്രസ് ആണ്. അതല്ലല്ല ഞാൻ പറഞ്ഞതല്ല BJP. അപ്പൊ ഇവിടെ BJP-യിലോട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ശശി തരൂർ. അത് പ്രയോജനം ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഏതായാലും ഇദ്ദേഹത്തെ ഉയർത്തി കാണിച്ച പോലെ ആവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല ഇതിപ്പോ ശശി തരൂരിനെ സംഘി ശശിയാക്കും എന്നല്ലാതെ BJP-ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ശശി തരൂരിനെ പൊക്കാണിച്ചാൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇനി ഇതിപ്പോ പരിഹരിച്ചു കോൺഗ്രസിൽ, ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോവും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന പോലെ വലിയ വിവാദങ്ങളിലേക്ക് പോവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത്, ഇവരൊന്നുമല്ല എന്നുള്ളൊരു ഒരു പരാമർശവും നടത്തി. ഇവരെല്ലാവരും ഈ പറയുന്ന മാധ്യമപ്രവർത്തകരായിട്ട് കമ്പനിയുണ്ട്. ഒരാൾക്കാർക്ക് PR ആയിട്ട് ഉയർത്തി കാണിക്കാനുള്ള മാധ്യമ സ്ഥാപനങ്ങളും പ്രവർത്തകരും ഉണ്ട്. അവർക്ക് പോസിറ്റീവായിട്ടുള്ള വാർത്ത കൊടുക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതും ഈ നേതാക്കളാണ് എന്നുള്ളത് മറ്റൊരു സത്യം. ഇനിയും ഇതുപോലെ ഹൈപ്പുകളും ഇതുപോലെ അടുത്ത മുഖ്യമന്ത്രി ഞാനാണ് എന്നുള്ള പ്രൊമോഷൻ പരിപാടികളും ഉണ്ടാവുമോ കോൺഗ്രസിൽ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത് അല്ലേ? അതെ അല്ലേക്കോ. ഇപ്പൊ അത് ഈ നമ്മുടെ രമേശ് ചെന്നിത്തല NSS വിളിച്ചപ്പോൾ മുതലാണ് ഈ ഒരു ഹൈപ്പ് ഉണ്ടായി തുടങ്ങിയത്. പരിപാടിക്ക് NSS ജയന്തിക്ക് വിളിച്ചപ്പോൾ അപ്പം അത് കഴിഞ്ഞ് SNDP പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളൊരു പരിവേഷം പത്രക്കാരാണോ ആരൊക്കെയോ ചേർന്ന് ചാർത്തി കൊടുത്തു. അവിടെ മുതലാണ് അതെ അവിടെ മുതലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നും പറഞ്ഞൊരു വിഷയം മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്. അതിന്റെ തൊട്ടു പുറകെ അത് കുറച്ചു നേരം കഴിഞ്ഞ് ഇപ്പോൾ ശശി തരൂരിന്റെ വിഷയം വന്നപ്പോഴും അപ്പൊ ശശി തരൂരിന് മുഖ്യമന്ത്രി ആവണം എന്ന് താല്പര്യമുണ്ട് എന്ന രീതിയിലോട്ട് എത്തി. അപ്പൊ ഇതിങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകും. പിന്നെ കോൺഗ്രസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഏത് ന്യൂസിനും യാതൊരുവിധ ഇതിനെ ഖണ്ഡിക്കാനൊന്നും ഒരാളുമില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പോലും അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഇടതുപക്ഷത്താണെങ്കിൽ അവിടെ പിണറായി വിജയൻ പറയാണ് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതല്ല ഈ
അതല്ലെങ്കിൽ എന്തൊരു MP ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാൽ മതി ഇങ്ങനെയൊന്നും പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയിലില്ല. പക്ഷെ ഇതിവിടെ സുധാകരൻ ഇങ്ങനെയൊന്നും പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആരും ആക്സെപ്റ്റ് ചെയ്യില്ല. അതെ, എന്തായാലും ശശി ഒതുങ്ങിയോ, ശശിയോടുകൂടി കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഒതുങ്ങി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വാർത്തകളിലൂടെ പറയുന്നത്. പക്ഷേ ഇനിയും സംഗതി കോൺഗ്രസ് ആണ്. പല തരത്തിലുള്ള പല വിവാദങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം കോൺഗ്രസിലെ അവസ്ഥ. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.